Welcome back to yet another new episode of Homeopathic Materia Medica, and today we would be learning um, homeopathic remedy Hypericum perforatum, and its common name is St. John's Water family Hypericaceae, and the mother tincture is prepared from the whole fresh plant ആണ് എന്താണ് ഹോൾ ഫ്രഷ് പ്ലാന്റ് ആണ് മദർ ടിഞ്ചറിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത്. മെയിൻലി ഹൈപ്പറിക്കം ഇസ് ബെസ്റ്റ് ഫോർ വാട്ട് ഇഞ്ചുറി റെമഡി ആയിട്ടാണ് ഹൈപ്പറിക്കം കൺസിഡർ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ആർണിക്ക, റെസ്റ്റോക്സ്, റൂട്ട, കെലൻറ്റുല ഇതെല്ലാം ഇഞ്ചുറി റെമഡിയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബെസ്റ്റ് ഇഞ്ചുറി റെമഡി ഏതാണ്? ഹൈപ്പറിക്കം പെർഫറേറ്റ് ആണ്. ഓക്കെ, സോ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് അലൻ സ്കീനോട്ടാണ്. ആൻഡ് ഞാൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്രം ഹെഡ് ടു ഫുട്ട് പറയും. സോ യു ക്യാൻ ഹിയർ വാട്ട് ഐ എം സേയിങ് ആൻഡ് യു ക്യാൻ റെഫർ ദ ടെക്സ്റ്റ് ഓൾസോ. ബോറിക്, അലൻ, ജെംസ് എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾ റെഫർ ചെയ്യുക. സോ ഐ എം ഗോയിങ് ടു മൈൻഡ്. സോ മൈൻഡിൽ പറയുവാണെങ്കിൽ ഗ്രേറ്റ് വീക്ക്നെസ് ഓഫ് മെമ്മറി, ആൻഡ് ദേ മേക്ക് മിസ്റ്റേക്സ് വൈൽ റൈറ്റിംഗ്, ദേ omits ലെറ്റേഴ്സ് ആൻഡ് ദേ ഫോർഗെറ്റ് വാട്ട് ദേ wanted ടു സേ. ഭയങ്കര ഫോർഗെറ്റ്ഫുൾനെസ്സും കൺഫ്യൂഷനായിട്ടുള്ളൊരു മൈൻഡാണ് ഹൈപ്പറിക്കത്തിൻ്റെ. ആൻഡ് ദേ റിമൂവ് കോൺസിക്വൻസസ് ഓഫ് റൈറ്റ് ആൻഡ് ഇഫക്ട്സ് ഓഫ് ഷോക്ക്. Next comes the head symptoms. They would be having headache after fall, and along with headache there would be soreness of eyes. Headache with soreness of eyes, great heaviness ആയിരിക്കും, ഭയങ്കര ഹെവി ഫീൽ ഉണ്ടാവും. അതുപോലെ തന്നെ ടിയറിങ് സ്റ്റിച്ചിങ് ടൈപ്പ് ഓഫ് പെയിൻ ആണ്. ആൻഡ് ദ പെയിൻ ഈസ് എക്സ്റ്റെൻഡിങ് ടു സൈഗോമ അല്ലെങ്കിൽ ചീക്ക് ബോണായിട്ട് അവിടെ നിന്ന് സൈഗോമാറ്റിക് ഏരിയ ആണ് അല്ലേ. സോ പെയിൻ ഈസ് എക്സ്റ്റെൻഡിങ് ടു സൈഗോമ അല്ലെങ്കിൽ ചീക്ക്. ദെൻ സെൻസേഷൻ അങ്ങനെയാണ്. സെൻസേഷൻ ആസ് ദി ഹെഡ് ബിക്കം ഇലോങ്ങേറ്റഡ് ഓർ ആസ് ഇഫ് ബീങ് ലിഫ്റ്റഡ് ഹൈ ഇൻ ടു ദ എയർ. ത്രോംബിങ് ആൻഡ് പൾസേഷൻസ് ഉണ്ടാവാം വേർട്ടെക്സിൽ. പിന്നെ ഭയങ്കര ഹെവിനെസ്സാന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ദേ വുഡ് ബി വേഴ്സ്. ഹെഡേക്ക് എങ്ങനെയായിരിക്കും വേഴ്സൺ ചെയ്യുന്നത്? വേഴ്സൺ ഇൻ ക്ലോസ്ഡ് റൂമിൽ ഹെഡേക്ക് ഇസ് വേഴ്സൺ ഇൻ ക്ലോസ് റൂമാണ്. അതുപോലെ തന്നെ വേർട്ടിഗോ വിത്ത് സെൻസേഷൻ ആസ് ഇഫ് ദ ഹെഡ് ബിക്കം സഡൻലി ഇലോങ്ങേറ്റഡ്. വേർട്ടിഗോ മെയിൻലി നൈറ്റിലാണ് വിത്ത് ഏർജിങ് ടു യൂറിനേറ്റ്. ഉണ്ടാവും വേർട്ടിഗോയുടെ സമയത്ത് നൈറ്റിൽ. ഓക്കെ, അടുത്ത മൗത്ത് പറയുവാണെങ്കിൽ ദർ വുഡ് ബി ഡ്രൈനെസ് ആയിരിക്കും. ഡ്രൈനെസ് ഓഫ് മൗത്ത് ആൻഡ് ലിപ്സ് ഉണ്ടാവും. ടങ് ഇസ് കോട്ടഡ് വൈറ്റ് അല്ലെങ്കിൽ ഡേർട്ടി യെല്ലോ കോട്ടഡ് ആയിരിക്കും അവർ ടങ്. സോ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മെയിൻലി വേറെ ഇഞ്ചുറി റെമഡി ആയതുകൊണ്ട് ഇഞ്ചുറിയാണ് മെയിൻലി പഠിക്കുന്നത്. അതാണ് മെയിൻലി അലൻസി പറയുന്നത് അത് തന്നെയാണ്. കീനോട്ടിൽ പറയുന്നത് ഇഞ്ചുറിയുടെ കാര്യങ്ങളാണ് മെയിൻലി അവിടെ തന്നിരിക്കുന്നത്. അതായത് സെൻറ്റിയൻ നെർവ്സിൽ ഇഞ്ചുറി വരുന്ന കാര്യങ്ങളും പിന്നെ സ്പൈനൽ കോഡിൽ എഫക്ട്സ് ചെയ്യുന്നത്, പെയിന്, ബാക്ക്, എക്സ്ട്രിമിറ്റീസ് അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമുക്ക് വേർട്ടിഗോയുടെ കാര്യം അറിയാം. സെൻസേഷൻ ആസ് ഇഫ് ദ ഹെഡ് ബീങ് സഡൻലി ഇലോങ്ങേറ്റഡ് അറ്റ് നൈറ്റ് വിത്ത് ഏർജിങ് ടു യൂറിനേറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഹെഡ് ഏക്കിൽ. ദെൻ ഹെഡ് ഏക്ക് ആഫ്റ്റർ ഫോൾ അപ്പോൺ ഓസിപ്പുട്ട് വിത്ത് സെൻസേഷൻ ആസ് ഇഫ് ബീങ് ലിഫ്റ്റഡ് ഹൈ ഇൻ ടു ദി എയർ. നമ്മൾ നേരത്തെ പറഞ്ഞു. മൗത്ത് പറഞ്ഞപ്പോൾ ഡ്രൈനെസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ടങ് ഇസ് കോട്ടഡ് വൈറ്റ് ആയിരിക്കും. സ്റ്റൊമക്ക് പറയുന്നത് ദേ വുഡ് ബി ഹാവിങ് ഗ്രേറ്റ് തേഴ്സ്റ്റ് ഉണ്ടാവാം. ഡിസയർ ഫോർ വാം ഡ്രിങ്ക്സ് ആണ്, ഇവർക്ക് വാം ഡ്രിങ്ക്സിനോടാണ് ഇഷ്ടം. ആൻഡ് ഡിസയർ ഫോർ വൈൻ ആൻഡ് പിക്കിൾസ് ഇവർക്ക് ഇഷ്ടമാണ്. ആൻഡ് ടിംപാനിക് ഡിസ്റ്റൻഷൻ ഓഫ് അബ്ഡമൻ വിച്ച് ഈസ് റിലീസ്ഡ് ബൈ സ്റ്റൂള്. റെക്ടൽ പറയുകയാണെങ്കിലും ദർ വുഡ് ബി ഹാവിങ് സമ്മർ ഡയറിയ വിത്ത് ഇറപ്ഷൻസ് ആയിരിക്കും. ആൻഡ് ഡയറിയ വിച്ച് വുഡ് ബി ഡ്രൈവിങ് ഔട്ട് ഓഫ് ദി ബെഡ് ഇൻ മോർണിംഗ്. സിവിയർ അൺയൂഷ്വൽ ഏർജിങ് ഫോർ സ്റ്റൂളാണ്. ഇവരുടെ സ്റ്റൂൾ എങ്ങനെയായിരിക്കും? ലൂസ് ബിലിയസ് യെല്ലോ സ്റ്റൂളാണ്. ടുവേർഡ്സ് ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗിലായിരിക്കും സ്റ്റൂൾ ഉണ്ടാവുക. റെക്ടം ഫീൽസ് വെരി ഡ്രൈ ഇൻ ദ മോർണിംഗ്. അപ്പം എന്തായിരിക്കും? ഡ്രൈ ആകുമ്പോൾ എന്തായിരിക്കും? കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും വിത്ത് വയലൻറ്റ് ടെനസ്നെസ്. കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ എന്തായിരിക്കും? ഹെമറോയിഡ്സ് പോലുള്ള കണ്ടീഷൻ വരും. ഫോർ ഹെമറോയിഡ്സ് ഉണ്ടാവും. ബ്ലീഡിങ് പൈൽസ് ആണ് വിത്ത് ഗ്രേറ്റ് സോർനെസ്, ബേണിംഗ്, ബൈറ്റിംഗ് ആൻഡ് ഡ്രൈനെസ് ഇൻ ദ റെക്ടം. സോ റെക്ടൽ പറയുകയാണെങ്കിൽ സമ്മർ ഡയറിയ വിത്ത് ഇറപ്ഷൻസ് ആയിരിക്കും. ഡയറിയ വിച്ച് ഇസ് ഡ്രൈവിങ് ഔട്ട് ഫ്രം ദ ബെഡ് ഇൻ മോർണിംഗ്. അതുപോലെ സിവിയർ അൺയൂഷ്വൽ ഏർജിങ് ഉണ്ടാകും. സ്റ്റൂൾ ഇസ് ലൂസ് ബിലിയസ് യെല്ലോ സ്റ്റൂൾ ആയിരിക്കും. ദർ വുഡ് ബി ഡ്രൈനെസ് ഓഫ് റെക്ടം ഉണ്ടാവും. ആൻഡ് ഡ്രൈനെസ് ഉണ്ടാവും. സോ കോൺസ്റ്റിപ്പേഷൻ വരും വിത്ത് വയലൻറ്റ് ടെനസ്നെസ്. കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ എന്തായിരിക്കും? ഹെമറോയിഡ്സ് ഉണ്ടായിരിക്കും. ബ്ലീഡിങ് പൈൽസ് ആയിരിക്കും വിത്ത് ഗ്രേറ്റ് സോർനെസ് ഉണ്ടാവും. സോ ബേണിംഗ്, ബൈറ്റിംഗ് ആൻഡ് ഡ്രൈനെസ് ഇൻ ദ റെക്ടം. നമ്മൾ യൂറിനറിയിലോട്ട് വരുമ്പോൾ എന്താണ്?
ഗ്രേറ്റ് ഏർജിങ് ആണ്, വയലൻറ്റ് ടിയറിങ്, പെയിൻ ഇൻ ജെനൈറ്റൽസ്. അതുപോലെ വേർട്ടിഗോയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു യൂറിനേഷൻ്റെ ആയിരിക്കും. വേർട്ടിഗോ അറ്റ് നൈറ്റ് വിത്ത് ഏർജിങ് ടു യൂറിനേറ്റ്. സോ അത് നമുക്ക് യൂറിനറിയിൽ നമുക്ക് ആഡ് ചെയ്ത് വിടാം. നമുക്ക് ബാക്ക് ആൻഡ് എക്സ്ട്രിമിറ്റി നമ്മളിവിടെ തുടക്കത്തിൽ ഇവിടെ അലൻസിൽ കാണാൻ പറ്റുന്ന മെക്കാനിക്കൽ ഇഞ്ചുറീസ്, സ്പൈനൽ കോഡ്, ബാഡ് ഇഫക്ട്സ്, സ്പൈനൽ കൺകഷൻ, അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ബാഡ് ഇഫക്ട്സ്, സ്പൈനൽ കൺകഷൻസ്, വയലൻറ്റ് പെയിൻ ഇൻ ദ ബാക്ക് വിത്ത് ഇന്നബിലിറ്റി ടു വാക്ക് ഓർ ടു സ്റ്റെപ്പ് എസ്പെഷ്യലി ആഫ്റ്റർ എ ഫോളൺ കോക്സസ്. ഓക്കെ, അത് ആ 3 പോയിൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്ക് ആൻഡ് എക്സ്ട്രിമിറ്റി. അതുപോലെ സ്റ്റിച്ചിങ് സെൻസേഷനാണ്. സെർവൈക്കൽ വെർട്ടിബ്ര ഈസ് വെരി സെൻസിറ്റീവ് ടു ടച്ച് ആയിരിക്കും. അതുപോലെ സ്ലൈറ്റസ്റ്റ് മോഷൻ ഓർ എന്തായിരിക്കും എക്സേർട്സ്, പെയിൻ എക്സേർട്ട് ചെയ്യും. ദെൻ ഇഞ്ചറി ഇങ്ങനെയായിരിക്കും. മെക്കാനിക്കൽ ഇഞ്ചുറീസ്, സ്പൈനൽ കോഡിൻ്റെ ഇഞ്ചുറി പറയും. ഇതുപോലെ തന്നെ ബാഡ് ഇഫക്ട്സ്, സ്പൈനൽ കൺകഷൻ ഫോർ പഞ്ചേർഡ് ഇൻസസഡ് ലാസറേറ്റഡ് വൂണ്ട് എസ്പെഷ്യലി ഓഫ് ഇറ്റ്സ് ലോങ് ഡ്യൂറേഷൻ. എങ്ങനത്തെ വൂണ്ടാണ് നമ്മൾ കാലൻഡുലയുടെ നമ്മൾ പഠിക്കും എങ്ങനത്തെ ടൈപ്പ് ഓഫ് വൂണ്ടാണ്. അതുപോലെ ഹൈപ്പറിക്കത്തിൻ്റെ വൂണ്ട് ഫോർ പഞ്ചേർഡ് ഇൻസസഡ് ആൻഡ് ലാസറേറ്റഡ് വൂണ്ട്സ് ആണ്, എസ്പെഷ്യലി ഓഫ് ഇറ്റ്സ് ലോങ് ഡ്യൂറേഷൻ. സോർ ആൻഡ് പെയിൻഫുൾ ആയിരിക്കും. എന്തായിരിക്കും ഇഞ്ചുറീസ് എന്തൊക്കെ എവിടെ നിന്നൊക്കെ വരുന്ന സ്പ്ലിഞ്ചേഴ്സ്, അല്ലെ റാറ്റ് ബൈറ്റ്സ്, നീഡിൽസ്, നെയിൽസ്, ഇതിൽ നിന്നൊക്കെ വന്ന ഇഞ്ചുറീസ് ആവാം. ഇഞ്ചുറീസ് ടു പാർട്സ് വിച്ച് ഈസ് റിച്ച് ഇൻ വാട്ട് സെൻഡിയൻ നെർവ്സ്, ദാറ്റ് ഈസ് ദോസ് പാർട്സ് ലൈക്ക് ഫിംഗേഴ്സ്, ടോ, മാട്രിസസ് ഓഫ് ദ നെയിൽസ്, പാം, സോൾസ്, ഇവിടെയൊക്കെ സെൻഡിയൻ നെർവ്സിൻ്റെ കൂടുതലുള്ളതാണ്. സോ ഇവിടെയൊക്കെ ഇഞ്ചുറീസ് ടു പാർട്ട് വിച്ച് ആർ റിച്ച് ഇൻ സെൻഡിയൻ നെർവ്സ്. crushed, mashed fingertips preserves the integrity, torn and lacerated ആയിരിക്കും. ഓൾമോസ്റ്റ് ഭയങ്കര ഇതായിട്ടുള്ള ഓപ്പൺ എന്താ പറയുക പഞ്ചോർഡ് ഇൻസസ് ലാസറേറ്റഡ് വൂണ്ടാണ് ഓക്കെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം ടെറ്റനസിൻ്റെ കാര്യം പറയാം. ആഫ്റ്റർ ഡിപ്രഷൻ ഫോളോയിങ് വൂൺസ് ഓർ സർജിക്കൽ ഓപ്പറേഷൻസ് എന്നാണ്. ടെറ്റനസ് ആഫ്റ്റർ ട്രോമാറ്റിക് ഇഞ്ചുറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെറ്റനസ് ആഫ്റ്റർ ട്രോമാറ്റിക് ഇഞ്ചുറീസ്. ഓക്കെ, അതൊരു പോയിൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് പറയാം റിമൂവ്സ് ദ ബാഡ് ഇഫക്ട്സ് ഓഫ് ഷോക്ക്, ഫ്രൈറ്റ്, മെസ്മറിസം. അതുകൂടെ ഉണ്ട്. റിമൂവ്സ് ദ ബാഡ് ഇഫക്ട്സ് ഓഫ് ഷോക്ക്, ഫ്രൈറ്റ്, മെസ്മറിസം. ഇതിൻ്റെയൊക്കെ ബാഡ് ഇഫക്ട്സ് റിമൂവ് ചെയ്യാൻ കൊടുക്കാം. പിന്നെ എത്രയാണ് ഹൈപ്പറിക്കം മെയിൻലി ഇഞ്ചുറി റെമഡിയാണ്. പെട്ടെന്ന് ഹൈപ്പറിക്കം കേൾക്കുമ്പോൾ അതാണ് വരേണ്ടത്. കോമൺ നെയിം സെൻറ്റ് ജോൺസ് വേർഡ് ഹൈപ്പറിക്കേസിയ. നൗ വി വോണ്ട് ടു ലേൺ ദ മൊഡാലിറ്റീസ്, അതായത് എങ്ങനെയാണ് അഗ്രവേറ്റ് ചെയ്യുന്ന കംപ്ലയിൻറ്റ്സ്, എപ്പോഴാണ് അമിലറേഷൻ ഉണ്ടാകുന്നത്. അഗ്രവേഷൻ എങ്ങനെയായിരിക്കും? കോൾഡാണ്. കോൾഡ് ഡാംപ് വെതറാണ്. ഇനി ക്ലോസ് റൂം അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നൊക്കെ വരാം. അങ്ങനെയാണ് വെച്ച് കോൾഡ് ഡാം വെറ്റ് വെതറിൽ നിന്നായിരിക്കും അഗ്രവേഷൻ. ബെറ്റർ ബൈ ബെൻഡിങ് ദ ഹെഡ് ബാക്ക്വേർഡ്സ്. എങ്ങനെയാണ്? ഹെഡ് ബാക്ക്വേർഡ്സ് ആണ്. ഹെഡ് ബാക്ക്വേർഡ്സ് വരുന്നതാണ് ബെറ്റർ ആവുന്നത്. അതായത് സെമിലറേഷൻ. ബെറ്റർ ബൈ ബെൻഡിങ് ബാക്ക്വേർഡ്സ്. വേഴ്സൺ ഇൻ കോൾഡ് ഡാമ്പ് വെറ്റ് വെതർ ആവാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് റൂം ആവാം, അല്ലെങ്കിൽ ഫ്രം ടച്ച് ഒക്കെ അവർക്ക് അഗ്രവേഷനാണ്. അമിലറേറ്റഡ് ബൈ ബെൻഡിങ് ഹെഡ് ബാക്ക്വേർഡ്സ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹൈപ്പറിക്കം. ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ ടു യു. സോ നിങ്ങൾ റിവൈസ് ചെയ്യുക പെട്ടെന്ന്. ഹോമിയോപ്പത്തിക് റെമഡീസ്, മെറ്റീരിയൽ മെഡിക്കലുള്ള ഈ റെമഡീസ് പെട്ടെന്ന് നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വുഡ് ടേക്ക് സം ടൈം. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഗ്രാജുവലി യു ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ദാറ്റ്. ഓക്കെ, സോ സ്ഥിരമായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മെയിൻ പോയിൻറ്റ്സ് റെഫർ ചെയ്ത് വയ്ക്കുക. ദെൻ ഓൺലി ഇറ്റ് വുഡ് ബിക്കം വെരി ഈസി ഫോർ യു. സോ ദാറ്റ്സ് about Hypericum. Then we can see in our next video. By then, bye bye, see you, thank you.